തിന്നുന്നതല്ല, ഗ്രില്ല് ഉള്ളിൽ പിന്നെയുണ്ട്. ഇത് ആ പുതിയ അവക്കാട ഉണ്ടായി നിൽക്കുന്നതാണ്ടോ. ഒരു എന്താ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതൊക്കെ പറയാൻ. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗദേരയിലാണ്, ഇസ്രായേലിലെ ഗദേരയിലാണ്. ഗദേരയിൽ വന്നപ്പോൾ ഒരു ഫാം കണ്ടു. ആക്ച്വലി ഇതൊരു ഫാമല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. 8 ഏക്കറോളം വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ കുറേ ഓറഞ്ചുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. കണ്ടു, ഇത് മൊത്തം ഓറഞ്ചുകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. മറ്റേ മരത്തിന് ഭ്രാന്ത് പിടിച്ച് കായ്ക്കാന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ മൊത്തം ഇവിടെ ഓറഞ്ചുകളാണത്. ഉണ്ടോ? അത് നല്ല സൂപ്പർ ഓറഞ്ചാണ്, നല്ല മധുരമുള്ള ഓറഞ്ച്, ചെറിയ ഓറഞ്ച്. ഉണ്ടോ? ഇതുണ്ടോ? ഇത് മധുരമുള്ളതാണോ ചേച്ചി? ഈ ചേച്ചിയുടെ കേട്ടോ ഫാം, ചേച്ചിയാണോ ഫാമുകാരി? ചേച്ചി ജോലി ചെയ്യുന്ന വീട്ടിലെ ഫാമാ. ചേച്ചിയുടെ പേരെന്ന് പറഞ്ഞ ചേച്ചി? കോട്ടയത്ത് എവിടെ? പാലായിലല്ലേ. ചേച്ചിയുടെ അധീനതയിലാണ് ഇപ്പോൾ ഈ ഫാം മൊത്തം. ഇതിൻ്റെ ഫാം മൊത്തം അണ്ടർ കൺട്രോൾ ലിസ് ചേച്ചിയാണ്. പക്ഷെ ഇത് നല്ല ടൈപ്പാണ്, ഈ ടൈപ്പില്ലേ? ഇത് നാരങ്ങ അല്ലേ, ഓറഞ്ച് അല്ലല്ലോ. ഇതല്ലേ, ഇത് ജ്യൂസ് കുടിക്കുന്നല്ലേ? ആണല്ലേ, നല്ല മധുരമല്ലേ ഇതിന്? ആണല്ലേ. അതേത് ടൈപ്പാ? ആ നമ്മൾ സാധാരണ കടയിലൊക്കെ മേടിക്കുന്ന ഓറഞ്ച്. ഇത് ശരിക്കും മറ്റേ മരത്തിന് ഭ്രാന്ത് പിടിച്ചു എന്ന് പറയില്ലേ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കായ നോക്കി. ഇതിനൊക്കെ ശരിക്കും വലിയ രീതിയിൽ വളമൊക്കെ ഉപയോഗിക്കുന്നതാണോ ചേച്ചി? നാച്ചുറലായിട്ട് ഉപയോഗിക്കുന്നതല്ലേ? അപ്പുറത്ത് മൊസമ്പി അല്ലേ ഇത്? അത് മൊസമ്പി, മൊസമ്പി അല്ലേ? ഇത് മൊസമ്പി. ആ മൊസമ്പി ജ്യൂസ് അടിക്കാൻ നല്ല ഇച്ചിരി മെനക്കേടാണെന്നുള്ളൂ കഴിക്കാനായിട്ട്. ആ ഞങ്ങളിത് എടുത്തിട്ട് റൂമിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പിട്ട് കഴിക്കും ഇത്. ആ ഇതേതാണ്ട് ഇവിടെ മൊത്തം ഓറഞ്ച് കായ്ച്ച് നിൽക്കുക. ശരിക്കും ഒറ്റയടിക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ ഇതിനകത്ത് കായ ഉണ്ടെന്ന്. അടുത്ത് വന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിറച്ചും കായ. അതെ, എന്താ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതൊക്കെ, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അതായത് നാച്ചുറലായിട്ടുണ്ടാകുന്നത്. ഇത് ഒരു കൃഷിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫാമായിട്ട് നടത്തുന്നതല്ല, ഇവരുടെ പ്രൈവറ്റ് യാർഡിലുള്ള ഫാമാണ്. ഇവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ ഇത് കണ്ടില്ലേ ഇത്രയൊന്നും പഴുത്തിട്ട് ഇത് പറിക്കാതെ ഇതിങ്ങനെ നിലത്ത് വീണ് കിളികൾ തന്നെ കൊത്തിപ്പറിച്ച് തിന്നുകയും അതിൻ്റെ വിത്ത് നിലത്ത് വീണ് പിന്നെയും ഉണ്ടാകുകയും അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂഷൻ നടന്നു പോകുന്നൊരു പ്രക്രിയ. അവക്കാടോ അല്ലേ? അവക്കാടോ നിലത്ത് കാഴ്ചെടുക്കുന്നത്. അവക്കാടോ മരത്തെ കിടക്കുന്നുണ്ട്, നിലത്ത് കിടക്കുന്ന ആദ്യമായിട്ട് കാണുക. ആണോ? ഒരു കപ്പളങ്ങ പറിച്ചേക്കാം എന്തായാലും. ചെന എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഇത് ചെയ്ത് വെക്കണോ? ഇവരൊക്കെ ഇവർ വളർത്തുന്നതാണോ ചേച്ചി? ആണോ? 6 മുട്ട. ഇതെല്ലാം പൂവൻ കോഴിയാണല്ലോ, പിന്നെ ഇങ്ങനെ മുട്ടയിട്ടെ? വെടക്കോഴിയാണോ? കരിങ്കോഴി പോലത്തെ അല്ലേ? ഇത് മറ്റേ നമ്മുടെ നാട്ടിലെ ഗിരിരാജൻ കോഴിയില്ലേ പഴയ ആ ടൈപ്പാണ്. ആ ഇത് ഇവനാണ് നാടനാട്ടോ. കൊത്തുന്ന കോഴിയുണ്ടോ? ഈ മുളയൊക്കെ ശരി നാട്ടിലെ പോലെ ഉണ്ടല്ലേ? അതെ അതെ, ആ മുള
നാട്ടിലെ ആത്തച്ചക്ക ഉണ്ട് ഇവിടെ. ആണല്ലേ? ഉണ്ടായിട്ടുണ്ടോ? മുള. അതെ അതെ, പന്തലിടുന്ന മുള. എന്ത് വലുതല്ല ഇത്. ഇത് ശരിക്കും ഇല്ല, ഈ പുഴയുടെ ഒക്കെ സൈഡിലുണ്ടാവുന്ന മുളയില്ലേ? അല്ലെ, കാട്ടിലുണ്ടാകുന്ന മുളയല്ലേ, പുഴയിലൊക്കെ ഉണ്ടാകുന്ന മുളയില്ലേ, കുറ്റിമുള. അതെ അതെ അതെ. ആ, ഇതെല്ലാം മൽബറിയാ അല്ലേ? ആത്തച്ചക്ക കണ്ടോ? അത് ഉണ്ടോ? ആത്തച്ചക്ക ഉണ്ടായിരിക്കുന്നുണ്ടോ? നാട്ടിലുള്ള ആത്തച്ചക്ക. പേരയ്ക്കൊന്നും ഇവിടെ ആർക്കും വേണ്ട. ചേച്ചിക്ക് പേരയ്ക്കൊക്കെ പറിച്ചിട്ടുണ്ടമ്മ ചേച്ചി? അതെ, പേരയ്ക്ക ഉണ്ടായത് ഇപ്പോട്ട് തീർന്നല്ലേ? ഇവിടെയൊക്കെ മയിൽ വരുമല്ലേ ഈ നിലത്ത് വീണയൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടി, കൊത്തി തിന്നാൻ വേണ്ടി? ആണല്ലേ? എന്തോ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? മക്കദാമിയ. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ ഇത്. ഓസ്ട്രേലിയൻ നട്ട്. ഇതല്ലേ സംഭവം? ഇത് പൊട്ടിച്ചു തന്നു. ഇതിൻ്റെ ഈ തൊണ്ടിനകത്ത് കാണുന്ന സാധനമാണോ കഴിക്കുന്നത്, അതോ അത് ഇനിയും പൊട്ടിക്കണോ? ഇതല്ലേ ഇതിന്റെ അകത്ത്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യണം. ഗ്രില്ല് ചെയ്തിട്ട് അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വെളുത്ത ഒറ്റ ഗ്രില്ല് ചെയ്ത് തിന്നുന്നതല്ല, ഗ്രില്ല് ചെയ്തിട്ട് ഉള്ളിൽ പിന്നെയുണ്ട്. ഉള്ളിലൊരു വൈറ്റ് കളറിൽ. ഇത് ആ പുതിയ അറിവ് കേട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ബട്ടറിന്റെ ടേസ്റ്റ് ആണല്ലേ? ഇത് വെറൈറ്റി ടൈപ്പാ അല്ലേ? അവക്കാട ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഒരു മറ്റേ മാങ്ങയൊക്കെ കൊലയിലുണ്ടാകുന്ന പോലെ അല്ലേ? ഒരു കൊല നിറച്ചു അവക്കാടോ. ആ ശരിയാ, ശരിക്കും നാട്ടിലെ വീട് പോലെ ഓടിട്ട റൂഫ് ആണല്ലേ? ചെറുനാരങ്ങ, നാട്ടിലെ പോലത്തെ ചെറുനാരങ്ങ. ഇത് നാട്ടിലെ മറ്റേ ബബ്ലൂസ് നാരങ്ങ അല്ലേ? കമ്പിളി നാരങ്ങ അല്ലേ? കമ്പിളി നാരങ്ങ എന്നല്ലേ പറയുന്നതിന്? നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതിന്? അതെ, ഇത് കൊള്ളാം. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണോ ചേച്ചി? അതെ, ഇത് ഉണ്ണീശോ.